കുറച്ച് നാളുകളായിട്ട് പാകിസ്ഥാനിൽ ചില നിഗൂഢ സംഭവങ്ങളൊക്കെ ഉണ്ടാകുന്നു. ഇന്ത്യ തിരയുന്ന ലോകം മുഴുവൻ ഭീഷണി ഉയർത്തുന്നതായിട്ടുള്ള ചില കൊടും ഭീകരരായിട്ടുള്ള കുറ്റവാളികൾ പാകിസ്ഥാനിലെ തന്നെ അതീവ സുരക്ഷാ മേഖലകളിൽ വെച്ച് ഓരോന്നോരോന്നായി കൊല്ലപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആരായിരിക്കും ഇതിന് പിന്നിലെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? മുഖമൊന്നുമില്ലാത്ത, ഐഡന്റിറ്റി ഒന്നുമില്ലാത്ത അജ്ഞാതരായിട്ടുള്ള തോക്കുധാരികളാണ് ഇതിന് പിന്നിൽ. പാകിസ്ഥാനെയും അവിടുത്തെ ഭീകര സംഘടനകളെയും ഒരേപോലെ ഭയപ്പെടുത്തുന്ന ഈ കൊലപാതക പരമ്പരകളുടെ ആഴത്തിലേക്കാണ് ഇന്ന് നമ്മൾ ഇറങ്ങിച്ചെല്ലുന്നത്. ലഷ്കർ ഇ തൊയ്ബ, ജെയ്ഷെ മുഹമ്മദ്, ഹിസ്ബുൾ മുജാഹിദീൻ, അങ്ങനെ കുപ്രസിദ്ധ ഭീകര സംഘടനകളിലെ തന്നെ ഏറ്റവും പ്രമുഖരായിട്ടുള്ള നേതാക്കളാണ് ഈ അടുത്ത കാലത്ത് പാകിസ്ഥാനിൽ വെച്ച് വെടിയേറ്റ് മരിക്കുന്നത്. ലഷ്കർ ഇ തൊയ്ബയുടെ ഏറ്റവും പ്രധാന നേതാക്കളിൽ ഒരായിട്ടുള്ള ഹംസ ബുർഹാൻ, ഖാലിസ്ഥാൻ കമാൻഡോ ഫോഴ്സ് തലവനായിട്ടുള്ള പരംജീത് സിംഗ് പൻസ്വാർ, പത്താൻകോട്ട് ഭീകരാക്രമണത്തിന് തന്നെ സൂത്രധാരൻ എന്നറിയപ്പെടുന്ന ഷാഹിദ് ലത്തീഫ്, അതേപോലെ മുഫ്തി ഖൈസർ ഫാറൂഖ്, അങ്ങനെ പ്രധാനപ്പെട്ടവരെല്ലാം കൊലപ്പെട്ടത് അതീവ സുരക്ഷാ മേഖലകളിൽ വെച്ചാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമായിട്ട് പറയാനുള്ളത്. കൃത്യമായിട്ടുള്ള ആസൂത്രണത്തോടെ ഒരു തെളിവ് പോലും ബാക്കി വയ്ക്കാതെയാണ് ഈ കൊലപാതകങ്ങൾ നടന്നിരിക്കുന്നതെന്നാണ് പ്രത്യേകത. പണം പങ്കിടുന്നതിനെ പറ്റിയുള്ള തർക്കങ്ങൾ പലപ്പോഴും ഈ കൊലപാതകത്തിലേക്കൊക്കെ നയിക്കാറുണ്ട് എന്ന വസ്തുത പരിഗണിച്ചാൽ ഭീകര സംഘടനകൾക്കുള്ളിലെ അധികാര തർക്കങ്ങളും അതേപോലെ പണത്തിന് വേണ്ടിയുള്ള ആഭ്യന്തര കലഹങ്ങളുമാണ് ഇതിന് പിന്നിലെന്ന് കരുതുന്നവരുണ്ട്. അതുപോലെ തന്നെ തങ്ങൾക്ക് മേലുള്ള ഭീകരവാദ മുദ്ര മാറ്റിയെടുക്കാൻ പാകിസ്ഥാൻ തന്നെ തങ്ങളുടെ ബാധ്യത തീർക്കാൻ പഴയ ഭീകരവാദികളെയൊക്കെ ഒഴിവാക്കുകയാണോ എന്നൊരു സംശയം നിലനിൽക്കുന്നുണ്ട്. FATF ഗ്രേ ലിസ്റ്റിൽ നിന്നും മറ്റുമൊക്കെ ഒഴിവാകുന്നതിന് വേണ്ടിയിട്ട് പാകിസ്ഥാനിലെ നിലവിലെ സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ പരിഹരിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് പാകിസ്ഥാൻ തന്നെ നടത്തുന്ന ഒരു ക്ലീനിങ് പ്രോസസ്സായിട്ട് ഇതിനെ വിശേഷിപ്പിക്കുന്ന ഒരു സിറ്റുവേഷൻ കൂടിയുണ്ട്. എന്നാൽ പാകിസ്ഥാൻ്റെ സ്വഭാവം അറിയുന്ന ആരും ഇതൊന്നും വിശ്വസിക്കില്ല എന്നാണ് വസ്തുത. ഭീകരവാദം കൊണ്ട് തന്നെ പൈസ സമ്പാദിക്കുന്ന അവരെന്തിനാണ് അവരുടെ തന്നെ ഭീകരരെ തുടച്ചു നീക്കുന്നത് എന്ന ഒരു ചോദ്യം കൂടി ഇവിടെ ഉയർത്തുന്നവർ ഒരുപാടുണ്ട്. കാരണം എന്തൊക്കെ തന്നെ ആയാലും ഈ കൊലപാതകങ്ങൾ പാകിസ്ഥാനിലെ ഭീകരവാദ ഇക്കോസിസ്റ്റത്തെ പൂർണ്ണമായി തകിടം മറിച്ചിരിക്കുന്നു എന്നത് സത്യമാണ്. തങ്ങൾക്ക് ഏറ്റവും സുരക്ഷിതമെന്ന് കരുതിയ സ്വന്തം താവളങ്ങളിൽ പോലും ഭീകരവാദികൾക്ക് ഇപ്പോൾ രക്ഷയില്ല. എപ്പോൾ വേണമെങ്കിലും തങ്ങൾക്ക് നേരെയും ഒരു അജ്ഞാതൻ്റെ വെടിയുണ്ട പാഞ്ഞു വന്നേക്കാമെന്നൊരു വലിയ ഭയം അവരെ വേട്ടയാടുന്നുണ്ട്. ചുരുക്കത്തിൽ ഭീകരവാദത്തെ വളർത്തിയവർക്ക് തന്നെ അത് വിനയാവുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ പാകിസ്ഥാനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിന് പിന്നിലെ യഥാർത്ഥ കരങ്ങൾ ആരുടേത് തന്നെയാണെങ്കിലും ലോകത്തിന് ഭീഷണിയായ ഭീകരർക്ക് ഇനി എവിടെയും സുരക്ഷിതമായി ഒളിച്ചിരിക്കാൻ കഴിയില്ല എന്ന ശക്തമായൊരു സന്ദേശം കൂടിയാണ് ഈ സംഭവങ്ങൾ